കാനഡയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ ദിവസമാണ് ട്രൂഡോ സർക്കാരിലെ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചത്. ക്രിസ്റ്റിയ ധനമന്ത്രി കൂടിയായിരുന്നു. പ്രധാനമന്ത്രി ട്രൂഡോ രാജിവെക്കുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 30-ൽ താഴെ മാത്രമാണ് ട്രൂഡോയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ്. ഖലിസ്ഥാനി നേതാവ് ജഗ്മീത് സിംഗിൻ്റെ ഉൾപ്പെടെ പിന്തുണയോടെയാണ് ട്രൂഡോയുടെ ന്യൂനപക്ഷ സർക്കാർ നിലനിൽക്കുന്നത്. വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പക്വതയില്ലായ്മയും ട്രൂഡോയ്ക്ക് തിരിച്ചടിയായി. കൈകാര്യം ചെയ്ത് വഷളാക്കുകയാണ് ട്രൂഡോ ചെയ്തത്. ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടിയിലെ ഒരു അംഗം തന്നെ പുറത്തുപോയി. ട്രൂഡോയുടെ പതനത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന സാഹചര്യമാണ് നിലവിലെന്നാണ് റിപ്പോർട്ട്. ജസ്റ്റിൻ ട്രൂഡോ തന്നോട് ധനകാര്യ വകുപ്പ് ഒഴിയാൻ ആവശ്യപ്പെട്ടതായി രാജിവെച്ച മന്ത്രി പറയുന്നു. കാനഡയുടെ സാമ്പത്തിക വിഷയങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഭിന്നതയിലായിരുന്നു എന്നാണ് ക്രിസ്റ്റിയ വെളിപ്പെടുത്തിയത്. സാമ്പത്തിക കാര്യങ്ങളിൽ തങ്ങൾ ആഴ്ചകളോളം ഭിന്നതയിലായിരുന്നുവെന്ന് അവർ പറഞ്ഞു. 60 ബില്യൺ കനേഡിയൻ ഡോളറായി ബജറ്റ് കമ്മി ഉയർന്നിരുന്നു. ലക്ഷ്യം 40 ബില്യൺ ആയിരുന്നു. എന്നാൽ ബജറ്റ് കമ്മി 60 ബില്യനായി ഉയർന്നു. സർക്കാരിൻ്റെ ചെലവുകൾ നിയന്ത്രിക്കാൻ ട്രൂഡോ വിസമ്മതിച്ചു. ഇതാണ് ക്രിസ്റ്റിയയുടെ രാജിയിലെത്തിയത്. അക്കാരണത്താൽ ഇപ്പോൾ അവർ രാജിവെച്ചു. ജസ്റ്റിൻ ട്രൂഡോ കാനഡയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അദ്ദേഹം തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നാണ് ആരോപണം. പ്രതിവർഷം $150,000 താഴെ വരുമാനമുള്ള കാനഡക്കാർക്ക് $250 നൽകാൻ ട്രൂഡോ പദ്ധതിയിടുന്നുണ്ട്. പൊതുജനപ്രീതിക്ക് വേണ്ടിയാണിത്. ട്രൂഡോ ആദ്യമായി അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗീകാര റേറ്റിംഗ് ഏകദേശം 63%. ഈ വർഷം ജൂണിൽ അത് 28% കുറഞ്ഞു. അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു വഴിയുമില്ലെന്നാണ് വിലയിരുത്തൽ. 2025 ഒക്ടോബറിൽ കാനഡയിൽ വോട്ടെടുപ്പ് നടത്തും. ജസ്റ്റിൻ ട്രൂഡോ തൻ്റെ ജനപ്രീതി മെച്ചപ്പെടുത്താനാണ് ആളുകൾക്ക് പണം നൽകാൻ തീരുമാനിച്ചത്. ഇതിനെ വില കൂടിയ രാഷ്ട്രീയ ഗിമ്മിക്ക് എന്നാണ് എതിരാളികൾ വിശേഷിപ്പിക്കുന്നത്. അവശ്യ വസ്തുക്കളുടെ നികുതി ഇളവ് പോലുള്ള മറ്റ് ഗിമ്മിക്കുകൾക്കും ട്രൂഡോ പദ്ധതിയിടുന്നുണ്ട്. കാനഡയെ ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സ്വന്തം നിലനിൽപ്പിനെക്കുറിച്ച് മാത്രമാണ് ട്രൂഡോ ചിന്തിക്കുന്നതെന്ന വിമർശനം ഉയരുന്നുണ്ട്. ട്രൂഡോയുടെ സർക്കാർ മുങ്ങുന്ന കപ്പലാണ്. താൻ വീണ്ടും ജനവിധി തേടില്ലെന്നാണ് കാനഡയിലെ ഭവനമന്ത്രി ഷാൻ ഫ്രേസർ പറയുന്നത്. പ്രധാനമന്ത്രിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെന്നാണ് വിമർശനം. അദ്ദേഹത്തിന് കുടിയേറ്റത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു, അതിർത്തികളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു, ചെലവ് കമ്മി, പണപ്പെരുപ്പം, ഭവന ചെലവുകൾ എന്നിവയുടെ എല്ലാം നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ട്രൂഡോ സ്ഥാനമൊഴിയണമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം.